ഹാപ്പി ആനിവേഴ്സറി. ഹായ് ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഇവിടെ വന്നേക്കുന്ന ഒരു കുട്ടി ആനിവേഴ്സറി വ്ളോഗാണ്. അധികമൊന്നുമില്ല, കേക്ക് ഉണ്ടാക്കുന്നു, പിന്നെ കേക്ക് കട്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെ. അപ്പൊ ആദ്യം ഞാനിവിടെ കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അതിനുവേണ്ടി കുറച്ച് ബദാമും നട്ട്സും ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഉണ്ടാക്കുന്ന മിൽക്കി നട്ട് കേക്കാണ്. അപ്പോൾ ഞാൻ കുറച്ചധികം എടുക്കുന്നുണ്ട് കേട്ടോ, നട്ട്സും ബദാമൊക്കെ. എനിക്ക് കുറച്ചധികം ഇട്ട് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതലായിട്ട് ടേസ്റ്റ് വന്നത്. അപ്പോൾ ഞാൻ അധികമായിട്ട് അതൊക്കെ പൊടിച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അതിനുവേണ്ടി ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് ഒരു കപ്പ് മൈദയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂണിന്റെ പകുതി ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതവിടെ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 3 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റി വെക്കണുണ്ട്. ഇനി നമുക്ക് എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നല്ല രീതിയിൽ ക്ലീൻ ആയ ഒരു ബൗളിലേക്ക്, ഒട്ടും വെള്ളമൊന്നും ഇല്ലാത്തൊരു ബൗളിലേക്ക് 3 എഗ്ഗ് പൊട്ടിച്ചുറ്റിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തൊന്ന് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതൊന്ന് ബീറ്റായി വരുമ്പോഴത്തേക്കും പൊടിച്ച പഞ്ചസാരയാണ് 1 കപ്പ് എടുക്കുന്നത്. അതും കൂടെ ചേർത്ത്, മധുരം ഒരുപാട് വേണ്ടാത്തവർക്ക് ഒരു 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്താൽ മതിയാവും കേട്ടോ. അതും കൂടെ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ബീറ്റായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 3/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. നിങ്ങൾക്ക് ബട്ടറൊക്കെ ചേർക്കാൻ ഇഷ്ടമുള്ളവരാണ് അത് ചേർക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്തേക്കുന്നത്. അതൊന്ന് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത്. അതിന് മുന്നായിട്ട് ഞാൻ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഓയിലാണ് ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ബട്ടർ പേപ്പറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്താൽ സൈഡൊന്നും ഒട്ടും തന്നെ ട്രെയിൽ പിടിക്കാതെ നല്ല രീതിയിൽ കേക്ക് കിട്ടും കേട്ടോ. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഞാൻ നേരത്തെ പൊടിച്ചു വെച്ച നട്ട്സിൽ അതൊരു 2 പിടിയോളം നല്ല രീതിയിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ല രീതി വേണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർക്കണത്. നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ കുറച്ച് ഇട്ടാൽ മതിയാവും. എന്നിട്ട് ബാച്ചായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് നല്ല രീതിയിൽ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ സ്പീഡിൽ കാണിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പതിയെ സ്ലോയിൽ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് അതിലേക്ക് 1/2 ടീസ്പൂൺ വിനെഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് മിക്സ് ആക്കിയ ശേഷം ബേക്കിംഗ് ട്രേയിലേക്ക് ഊറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സ്ക്വയർ വെച്ച് ഒന്ന് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എയർ ബബിളൊന്നും കൊടുക്കാതിരിക്കുക കേട്ടോ. ഓവനിലേക്കാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. 170 ഡിഗ്രി സെൽഷ്യസിൽ 45 മിനിറ്റ് ആണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. എൻ്റെ ഓണിന് അത്രയും മതിയാവും. 45 മിനിറ്റ് ആയപ്പോൾ ഞാൻ നോക്കിയപ്പം കുറച്ചും കൂടെ ആവാനുണ്ടായിരുന്നു. അപ്പം ഞാനൊരു 5-8 മിനിറ്റും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഐസിംഗ് ആണ് ചെയ്തെടുക്കേണ്ടത്. അതിനുവേണ്ടി 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ ഞാൻ ഐസ് വാട്ടറാണ് കേട്ടോ വെച്ചേക്കുന്നത്. ചൂടൊക്കെ ആയതുകൊണ്ട് ചുമ്മാ വെച്ചെന്നേ ഉള്ളൂ, വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ 2 ബാച്ചായിട്ട് അത് തിരിക്കുന്നുണ്ട്, ക്രം കോട്ട് ചെയ്യാനും മെയിൻ കോട്ട് ചെയ്യാനും. എന്നിട്ട് അത് ഞാൻ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചേക്കും കേട്ടോ. നമ്മൾ ബീറ്ററൊക്കെ വെച്ച് ബീറ്റ് ചെയ്യുന്നതല്ലേ, അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് തണുത്ത് കിട്ടാൻ വേണ്ടി കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാനായിട്ട് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് സോക്ക് ചെയ്യാനുള്ള സിറപ്പ് ഉണ്ടാക്കാം. ഞാൻ 3/4 കപ്പ് വിപ്പിംഗ് ക്രീമും 3/4 കപ്പ് തിളപ്പിച്ച് ആറിയ പാലും പിന്നെ 3/4 കപ്പ് കണ്ടൻസ് മിൽക്കും ആണ് കേട്ടോ ചേർക്കുന്നത്. അത്രയും എടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ എടുത്തപ്പോൾ കൂടിപ്പോയി കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 1/2 കപ്പ് മതിയാവും ഒരു 1 kg കേക്കിനൊക്കെ. എന്നിട്ട് നമുക്കിനി ഐസിങ് ചെയ്യാം. അപ്പം ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഓരോ ലെയറിലും നല്ല രീതിയിൽ ആ സിറപ്പ് സോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് കേക്ക് നല്ല വെറ്റായിട്ട് നല്ല കഴിക്കുമ്പോൾ നല്ല ജ്യൂസി ആയിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് പിന്നെ ഇനി നമ്മൾ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ പോവാണ്. അപ്പോഴും ഇതുപോലെ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ട് നട്ട്സ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് കണ്ടൻസ് മിൽക്കോ പിന്നെ വൈറ്റ് ചോക്ലേറ്റോ ഡാർക്ക് ചോക്ലേറ്റോ ഇഷ്ടമുള്ളത് ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കണില്ല. ഇപ്പം തന്നെ ഒരുവിധം റിച്ച് ആണ് കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടെ ചെയ്തെടുത്ത് നല്ല രീതിയിൽ സോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം മേളത്തെ ലെയറിലൊന്ന് ഞാൻ ഫ്രോക്ക് വെച്ച് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഒന്ന് സിറപ്പ് ഇച്ചിരി കട്ടിയില്ലേ, ഇപ്പം ഇറങ്ങി കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ 1/2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കും കേട്ടോ. എന്നിട്ടാണ് ഞാൻ മെയിൻ കോട്ടിങ് ചെയ്തെടുക്കുന്നത്. അന്നേരം എനിക്കൊരു കൊറിയർ വന്നു കേട്ടോ. ഞാൻ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി എനിക്കൊരു ഗിഫ്റ്റ് ഞാൻ ഓർഡർ ചെയ്തിരുന്നു. ഇത് ഞാൻ സെൽഫ് ലവ് എന്നുള്ള രീതിയിൽ എനിക്ക് വേണ്ടി ഞാൻ ഓർഡർ ചെയ്തതാണ്. ഹസ്ബൻഡ് പൈസയാണ്, എന്നാലും ഞാൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നാൽ അതല്ല, അതിൻ്റെ കൂടെ ഞാൻ ഒരു സാധനം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഇവിടെ പിക്ചർ ആഡ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ഫോണൊക്കെ നമുക്ക് കിച്ചണിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ചാരി വെച്ചൊക്കെ കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് കണ്ടാൽ മതിയാവും കേട്ടോ. അങ്ങനെയുള്ളൊരു ട്രൈപോഡാണ്. നല്ലതാണോ, നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണോ എന്നൊന്ന് പറയണേ. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ഇനി വെച്ച് നോക്കണം. ഞാൻ എനിക്ക് വേണ്ടി ഓർഡർ ചെയ്തത് ഒരു വാച്ചാണ് കേട്ടോ. കാൾട്ടൺ ലണ്ടൻ്റെ അങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഈ വാച്ചാണ് കേട്ടോ, ഗ്രീൻ ടൈലൊക്കെ ആയിട്ട്. അപ്പോൾ ആദ്യം ഇങ്ങനെ എൻ്റെ വെച്ചിന് സ്പെഞ്ചിൽ നിന്നൊക്കെ മാറിയായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് പണി പാളിന്ന്, പക്ഷെ കുഴപ്പമില്ല. വാച്ച് നല്ല സെക്യൂറായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചെയിനും കൂടെ ഉണ്ട്.
അപ്പൊ അതിന്റെ ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റോൺ ഇളകിയാണ് കേട്ടോ വന്നേക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് ഒട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം വാച്ചിന് കുഴപ്പമൊന്നുമില്ല, എനിക്കിഷ്ടമായി. അവിടെ ഞാൻ മാറാനൊന്നും നിന്നില്ല കേട്ടോ, അത് എടുത്തു കേട്ടോ. അരമണിക്കൂറിന് ശേഷം കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. മെയിൻ ഫ്രോസ്റ്റിങ് കൊടുക്കാനാണ്. അപ്പൊ ഞാൻ ക്രീം ഒരുപാട് തിക്കായിട്ടൊന്നും കൊടുക്കുന്നില്ല, ഇവിടെ മിതമായിട്ട് മതി കേട്ടോ, ഒരുപാട് ക്രീമൊന്നും വേണ്ട. പിന്നെ ഞാൻ ഒരുപാട് ഫിനിഷിങ്ങിലും കൊടുക്കുന്നില്ല കേട്ടോ, മേളിൽ ഗനാഷ് ഊറ്റാനുള്ളതാണ്. അതിനുവേണ്ടി ഞാനിവിടെ വൈറ്റ് കോമ്പൗണ്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വൈറ്റ് കോമ്പൗണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. 2:1 എന്നുള്ള റേഷ്യോയിലാണ് ചേർക്കുന്നത്. എന്നിട്ട് അതൊന്ന് അവിടെ ഇരിക്കട്ടെ. അതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ, ഒരു ഗ്ലേസിങ്ങിന് വേണ്ടി. എന്നിട്ട് അത് നല്ല രീതിയിൽ നിന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കളർ ആണ് ഞാൻ ചേർക്കുന്നത്. ഞാനൊരു റെഡ് കളറാണ് കേട്ടോ, ഒരുപാട് കട്ടിങ്ങൊന്നും കൊടുക്കുന്നില്ല. പിന്നെ ഒരു ഡിസൈൻ വരാൻ വേണ്ടി ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി അതും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു സ്ക്വയർ വെച്ച്. കേക്കിൻ്റെ നടുക്കേക്ക് ഒരു ഹെഡ് ഷേപ്പുള്ള ഡിസൈൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റുമാണ് കേട്ടോ ഊറ്റുന്നത്. നടുക്കേക്ക് ഞാൻ നട്ട്സ് പൊടിച്ചരിപ്പുണ്ടല്ലോ, അതൊരു ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാമെന്നാണ് ഓർത്തത്. മിൽക്കി നട്ടി കേക്കല്ലേ, എന്നിട്ട് എൻ്റെതായ രീതിയിൽ ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വൈറ്റ് പേഴ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ടോപ്പറും വെച്ച് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നതാണ് ബ്ലാക്ക് ടോപ്പറെ. ഇത് വന്ന് ഞാൻ വാങ്ങിയത്, അപ്പോൾ അത് കുറച്ച് ഒടിഞ്ഞിരിക്കുക, പിന്നെ അത് വെച്ചിട്ടൊരു ചേർച്ചയില്ല. അപ്പോൾ ഇതാണ് ഞാൻ വെച്ച് കൊടുത്തേക്കുന്നത്. ഇതാണ് ഫൈനൽ ലുക്ക്. ഇനിയിപ്പം ഞാൻ ഒന്ന് റെഡി ആവുകയാണ് കേട്ടോ. എന്തായാലും നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ പോകില്ലേ, അപ്പോൾ ചെറുതായിട്ടൊന്ന് റെഡിയാക്കുക. ലിപ്സ്റ്റിക്കും കണ്ണു എഴുതിയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഡ്രസ്സ് കേട്ടോ, ഇതെൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. പിന്നെ എനിക്ക് വാങ്ങിയത് ഈ വാച്ചും. അപ്പോൾ അതെല്ലാമായിട്ട് ഞാനൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കേക്ക് കട്ട് ചെയ്യണം കേട്ടോ. കേക്ക് കട്ട് ചെയ്ത് കഴിക്കുന്നതോടുകൂടി നമ്മുടെ ഈ ചെറിയ വെഡിങ് ആനിവേഴ്സറി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു. പിന്നെ കേക്കിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ പറയാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കേക്ക് ഇങ്ങനെ മിൽക്കി നട്ടി കേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മിൽക്ക് എസൻസ് ഒക്കെ ഉണ്ട്, ഒന്നുകൂടെ രസമായിരിക്കും. പക്ഷെ അതൊന്നുമില്ല, നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണേ. പിന്നെ വാച്ചാണോ ഡ്രസ്സാണോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് അതും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.